Hi guys, welcome back to my drama explainer. 3 വർഷങ്ങൾക്ക് മുന്നേ ഹീജുവിന്റെയും സാവുന്റെയും വിവാഹം നടന്ന അന്ന് അവർ വീട്ടിലേക്ക് വന്നതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് 11ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് കേട്ടോ. ഹീജു സാവുൻ എന്തെങ്കിലും പറയുമായിരിക്കും എന്ന് കരുതി കുറച്ച് സമയം അവനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എവിടെ, അവന്റെ വെള്ളം കുടിക്കുന്ന പരിപാടി കഴിഞ്ഞപ്പോൾ അവന്റെ റൂമിലേക്ക് കയറി പോവാണ് ചെയ്യുന്നത്. സോ അവൾ ഫ്രഷ് ആയി റൂമിലേക്ക് വരുന്നു. പക്ഷെ അവൾക്ക് ഡൗട്ട് വരുവാണ്, ഇനിയിപ്പോ ഈ റൂം എനിക്കുള്ളതായിരിക്കോ അല്ലായിരിക്കോ, ഇനിയിപ്പോ സാവുനുള്ളതായിരിക്കോ, അങ്ങനെയൊക്കെ. ഇവൻ ഇതെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഹീജുവിന് സാവുന്റെ മെസ്സേജ് വരുന്നത്. അതും 10 മണിക്ക്. ആ റൂമിന് മുതൽ നിന്റെയാണ്, ഞാൻ വേറെ റൂമായിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ നോട്ട് ചെയ്തത് ആ മെസ്സേജ് വന്ന ടൈമാണ് 10 മണി. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സാവൻ ആദ്യമായിട്ട് ഹീജുവിന് മെസ്സേജ് ചെയ്തത് 10 മണിക്കാണ്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം ഹീജു സാവനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മണി തന്നെ സെലക്ട് ചെയ്ത്. നെക്സ്റ്റ് ഡേ ഹീജു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ട് സാവൻ, എനിക്ക് വേണ്ടി ഇതൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴായിരിക്കും എനിക്ക് ജോലിക്ക് പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് സാവന്റെ ഇമാജിനേഷൻ ആണ്. സങ്കടപ്പെട്ടിരിക്കുന്ന ഹീജുവിന്റെ അടുത്തേക്ക് സാവൻ തിരിച്ചു വന്ന്, നിനക്ക് ഈ വിവാഹത്തോട് വെറുപ്പൊന്നും ഇല്ലെങ്കിൽ സമയമെടുത്ത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിനോട് എന്താ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. ഹിജു അത് സ്മൈൽ ചെയ്തുകൊണ്ട് സമ്മതിക്കുന്നു. പെക് ഫാമിലിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ എന്റെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തത്. എന്നാൽ അതിനു പകരം നിന്നെ സ്നേഹിക്കാനും നിന്റെ കൂടെ സന്തോഷം കണ്ടെത്താനും ശ്രമിച്ചിരുന്നെങ്കിൽ ലൈഫ് ഒരുപാട് മാറിപ്പോകുമായിരുന്നു. ഈ കളഞ്ഞ സമയത്തിനെല്ലാം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് സാവൻ ഇത് ഇമാജിൻ ചെയ്തുകൊണ്ട് ചിന്തിക്കുവാണ്. പിന്നീടാണ് ഹിജു ഇനി ഒരിക്കലും കിഡ്നാപ്പർ സാവന്റെ ലൈഫ് സഫർ ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. ഹീജുവിന് ആക്സിഡന്റ് സംഭവിച്ചതിന്റെ സൗണ്ട് കോളിലൂടെ കേൾക്കുന്ന സാവൻ പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തുവാണ്. പുഴയിലാണ് ഹീജുവിന്റെ ഫോണിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇത് കണ്ട് സാവനൊക്കെ തകർന്നു പോവാണ്. ഇപ്പൊ പോലീസുമായിട്ട് അവൻ സംസാരിക്കുന്നു. ഈ സമയത്ത് ഹീജുവിന്റെ ഫാമിലിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിഡ്നാപ്പർ ചെറുപ്പത്തിൽ കൊല്ലാതെ വിട്ട കാര്യം പറഞ്ഞ് ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദറും സാവന്റെ അച്ഛനും തമ്മിൽ വീണ്ടും വഴക്ക് നടക്കുന്നു. ഇതുപോലൊരു സിറ്റുവേഷനിലും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ട് ഈന അവരോട് കയർത്ത് സംസാരിക്കുമ്പോഴാണ് ആ ഒരു ആർഗ്യുമെന്റ് താൽക്കാലികമായിട്ട് അവർ രണ്ടുപേരും നിർത്തിവെക്കുന്നത്. ഇത്രയും കാലം ഹീജുവിനെ ഒരു പാവക്കുട്ടിയെ പോലെ കണ്ടിരുന്ന അമ്മ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിനോട് കരഞ്ഞു പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നോക്കി നിൽക്കുന്ന സമയത്താണ് സാവുന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം സാവൻ ശ്രദ്ധിക്കുന്നത്. ഫ്യൂണറൽ ഹോമിൽ തീപിടുത്തം ഉണ്ടായ സമയത്തുള്ള ഫുട്ടേജ് സാവന്റെ റിക്വസ്റ്റ് പ്രകാരം പോലീസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നാൽ അതിലും സാവന്റെ അമ്മയെ കാണുന്നില്ല. അവൻ നേരെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ കാറിന്റെ ഡാഷ് ക്യാം ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നാൽ അതിൽ റെക്കോർഡഡ് ആയ വീഡിയോസ് ഒന്നും കാണാനില്ല. എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ പോലീസിനെ വിളിച്ച് ഈ കാര്യം ഇൻഫോം ചെയ്യുന്നു. കൂടെ വീഡിയോസ് റിക്കവർ ചെയ്യാനും പറയുന്നു. ഓക്കെ, ഞാൻ വാറന്റിന് റിക്വസ്റ്റ് ചെയ്യാം എന്ന് പോലീസ് അവന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്റെ കാർ ആരോ അൺലോക്ക് ചെയ്ത സൗണ്ട് ആയിട്ട് സാവന്റെ അമ്മ അങ്ങോട്ട് വരുന്നു. അവരെ കാണുന്നതും സാവൻ അവരുടെ കൈ നല്ല ഫോഴ്സിൽ അമർത്തി പിടിച്ചുകൊണ്ട് ദേഷ്യത്തിലും മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കരഞ്ഞ ലക്ഷണമൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല, എന്നിട്ടും നിങ്ങൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരികയോ അല്ലെങ്കിൽ കരയുകയോ പോലും ചെയ്തിട്ടില്ല. മകന് നഷ്ടപ്പെട്ട ഒരു അമ്മയെ പോലെ ഒന്നും ഇല്ലല്ലോ നിങ്ങളെ കാണാൻ എന്ന് സാവൻ പറയുന്നു. അല്ലേലും ഞാൻ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ച് അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അമ്മ, എന്റെ മകനെ ഫിഷിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് പുഴയിലേക്ക് വീണവൻ മരിച്ചു എന്നായിരുന്നു ചെയർമാൻ പെക് അന്ന് എന്നോട് പറഞ്ഞത്. ആ പുഴയിൽ മുഴുവൻ തിരഞ്ഞിട്ടും എന്റെ മകന്റെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ എന്റെ നെഞ്ചത്തടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. 20 വർഷത്തോളം ഞാൻ അങ്ങനെയായിരുന്നു ജീവിച്ചത്. ഇനി നിന്റെ ടേൺ ആണ്, ഇനി നീയാണ് ആ വേദന അനുഭവിക്കേണ്ടത് എന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ട് സാവൻ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ്. ആക്സിഡന്റ് കഴിഞ്ഞ് ഇപ്പൊ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹീജുവിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ്. ആ ന്യൂസിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് അടുത്ത ന്യൂസ് സ്ക്രീനിൽ വരുന്നത് കണ്ട യൂരി ഹീജുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സംഘവും യൂരിയും കാറിൽ വരുവാണ്. കാലാവസ്ഥ കണ്ട് സംഘു, മഴയൊന്നും പെയ്യില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു. ഇതുപോലൊരു സാഹചര്യത്തിൽ കാലാവസ്ഥ ഒരിക്കലും നമുക്കെതിരെ തിരിയില്ലായിരിക്കും എന്ന് യൂരി പറയുന്നു. സംഘു, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം, ഞാനൊരു മതവിശ്വാസിയൊന്നുമല്ല, എന്നാലും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യൂരിയോട് സംഘു, സാവുന്റെയും ഹീജുവിന്റെയും റിലേഷനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന് നീ എന്തുകൊണ്ട് എന്നോട് ചോദിക്കാത്തെ എന്ന് ചോദിക്കുന്നു. അന്ന് നീ ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ അറിയാനുണ്ട് എന്ന് പറഞ്ഞത് ഇതായിരുന്നല്ലേ, ഹീജുവിനെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വേണം ഇത്രയും കാലം എന്നെ ഇട്ട് പൊട്ടം കളിപ്പിച്ചതിന് അവളെ എനിക്ക് ചീത്ത പറയാൻ എന്ന് യൂരി പറയുന്നു. ഹീജു സംസാരിക്കും എന്നോട് സംഘു അവളോട് പറയുവാണ്. ഹീജുവിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന യൂരി ഇത് കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് അവളെ കണ്ടുപിടിക്കണം, എന്നിട്ട് എനിക്ക് അവളുടെ സൗണ്ട് കേട്ടേ പറ്റൂ എന്ന് പറയുന്നു. ഇവിടെ ഹീജുവിന്റെ ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവളുടെ സെൻട്രലിലെ കൊളീഗ്സും പ്രസിഡൻഷ്യൽ ഓഫീസിലെ കൊളീഗ്സും എല്ലാം ഇതിനു വേണ്ടി ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇങ്ങോട്ടേക്ക് സംഘവും യൂരിയും വരുന്നു. അവരും ബോഡി
കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. യൂരി അവരോട് സാവോൻ എവിടെയെന്ന് ചോദിക്കുന്നു. എപ്പോഴും അവൻ ഇവിടെ തന്നെയാണല്ലോ ഉണ്ടാവാറുള്ളത് എന്ന് സാങ്ങുവും പറയുന്നു. എങ്ങോട്ടേക്കാ പോയതെന്നറിയില്ല, ഒരു കോള് വന്നപ്പോ പെട്ടെന്ന് പോയതാണ് എന്ന് മിസ്റ്റർ കാങ് ഉത്തരം കൊടുക്കുന്നു. അവൻ പോലീസിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. തിരച്ചില് ഹീജുവിന്റെ ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അവളുടെ ബോഡി കിട്ടിയിട്ടില്ല. സാവോൻ സെർച്ച് വാറന്റ് കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ആ റിക്വസ്റ്റ് റിജക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള സംശയങ്ങളും സ്റ്റേറ്റ്മെന്റ്സും മാത്രം വെച്ച് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് നന്നായി അറിയാലോ, ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന്റെ വൈഫാണ് അവര് എന്ന് പോലീസ് പറയുന്നു. അത് ശരിയാണ്, എന്നാൽ അവർ ഒന്നാം പ്രതിയുമാണ്. ഒരു തവണ കൂടെ വാറന്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും, ഇത്തവണ എന്തായാലും കിട്ടും എന്ന് സാവോൻ കോൺഫിഡൻസോടുകൂടെ പറയുന്നു. ഇപ്പോ പെക്കിയോങ്ങിന്റെ പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്. സാവോൻ ഞാൻ പെക്കിയോങ്ങിന്റെ മകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഭാഗമായാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ്. ഇതിനോടകം കിഡ്നാപ്പർ ഇവരുടെ യഥാർത്ഥ മകനാണെന്നും പുറത്തറിഞ്ഞിട്ടുണ്ട്. 24 വർഷങ്ങൾക്ക് മുന്നേ എന്റെ മകൻ അവന്റെ മുത്തച്ഛന്റെ കൂടെ ഫിഷിങ്ങിന് പോയതായിരുന്നു. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവന്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ മരിച്ച കാര്യം ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ മരണം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരുന്നത്. പിന്നീട് ഒരു ദിവസമാണ് ഞങ്ങളുടെ മകൻ പോകാറുണ്ടായിരുന്ന ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് ഞങ്ങൾ ഒരു അനാഥ കുട്ടിയെ കണ്ടത്. ആ കുട്ടിക്ക് പേരൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ മകന്റെ അതേ പ്രായവും ആയിരുന്നു. അതായിരിക്കും ദൈവത്തിന്റെ തീരുമാനം എന്ന് കരുതി ഞങ്ങൾ അവനെ എടുത്തു വളർത്തി. പെക്സാവൻ എന്ന പേര് വിട്ടു എന്നൊക്കെ പറഞ്ഞ് പെക്കിയോങ് തള്ളി മറിക്കുന്നുണ്ട്, എപ്പോഴത്തെയും പോലെ തന്നെ. ഇതൊക്കെ കേട്ട് യോഗ്ജിൻ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൻ, അതായത് നിങ്ങളുടെ ബയോളജിക്കൽ സൺ, നിങ്ങളെ തിരിഞ്ഞു വരാതെ എന്തുകൊണ്ടാണ് സ്പോക്സ് പേഴ്സണെതിരെ റിവെഞ്ചിന് പോകുന്നേ എന്ന് ചോദിക്കുന്നു. എന്റെ മകൻ സ്പോക്സ് പേഴ്സനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് റൂമർ മാത്രമാണ് എന്നാണ് പെക്കിയോങ് അതിന് പറയുന്നത്. ഹ്യോഗ്ജിൻ, അപ്പൊ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതെല്ലാം വെറും കള്ളങ്ങൾ മാത്രമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഹീജുവിനെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് നിങ്ങളുടെ മകൻ സ്പോക്സ് പേഴ്സനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് സ്പോക്സ് പേഴ്സന്റെ കാറിലെ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയും ഉണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞ് അവനൊരു വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്യുന്നു. ദോജയെ ഹ്യോഗ്ജിൻ മീറ്റ് ചെയ്ത സമയത്ത് ദോജെ കിഡ്നാപ്പറെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണത്. ഞാൻ അവനെ ആദ്യം കണ്ടത് പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ മുന്നിൽ വെച്ചായിരുന്നു. സാവോന് ചീത്ത പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് കാരണം സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ പിടിച്ച് പുറത്താക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പെക്സാവോനെ കൊല്ലും എന്നൊക്കെയായിരുന്നു അവൻ ഓഫീസിന്റെ മുന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ പോലെ തന്നെ അവന്റെയും ആരെങ്കിലും സാവോൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം എന്നാണ് ഞാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചത്. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഗോളാണോ ഉള്ളത് എന്നറിയാൻ വേണ്ടി കുറച്ച് ദിവസം ഞാൻ അവനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ഓർഫനേജിന്റെ അടുത്തുള്ള മാൻഷനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ചായിരുന്നു എന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള കുട്ടികളെ കാണാതായിരുന്നത്. പിന്നീട് അവന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്തിനാണ് നീ സ്പോക്സ് പേഴ്സണെതിരെ റിവെഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവനൊരു ഫിഷിംഗ് സ്പോട്ടിലായിരുന്നു വളർന്നതെന്നും ചെയർമാൻ പെക്ക് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കൊന്ന കുട്ടികളുടെ മൃതദേഹം ആ ഫിഷിംഗ് സ്പോട്ടിന്റെ തന്നെ ഓണറുടെ കയ്യിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെയാണ് ദോജെ ആ റെക്കോർഡിംഗിൽ പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ട് പാനിക് ആവുന്ന പെക്കിയോങ് ഹ്യോഗ്ജിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങാനായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സിനോട് പറയുന്നു. അതവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോലീസിന്റെ കയ്യിൽ ആ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഹ്യോഗ്ജിൻ കൂളാണ്. എന്നാൽ കൂളല്ലാത്ത ആള് പെക്കിയോങ് ആണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതെല്ലാം റൂമർ മാത്രമാണെന്ന് അങ്ങേര് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. പെക്കിയോങ്ങിന്റെ വൈഫായ ക്വിജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസ് അങ്ങോട്ടേക്ക് വന്നത്. അറസ്റ്റ് ചെയ്തതും റിപ്പോർട്ടേഴ്സിന് ആ ഒരു ന്യൂസ് ആഘോഷമായതും എല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പൊ ക്യൂജിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇരുത്തിയിരിക്കുവാണ്. എന്നെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്ന പോലെയാണ് അവരിയ്ക്കുന്നത്. കൊലപാതകത്തിനല്ലേ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ബോഡി കിട്ടിയോ എന്ന് ക്യൂജിൻ ചോദിക്കുന്നു. എന്ത് ബോഡിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഓ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഹീജുവിന്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണോ എന്ന് ചോദിച്ച ഡിറ്റക്റ്റീവ് ലാപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ക്യൂജിനെ കാണിച്ചു കൊടുക്കുവാണ്. ആ വീഡിയോ പ്ലേ ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൊലക്കുറ്റം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുന്നു. ഇത്രയും നേരം ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്ന ക്യൂജിന്റെ കണ്ണുകളിൽ ഇപ്പൊ പേടി വരുവാണ്. ഇതെങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയ എന്നാണ് വിശ്വാസം വരാതെ ചോദിക്കുന്നത്. ഇപ്പൊ ഡിറ്റക്റ്റീവിന്റെ അനുവാദത്തോടുകൂടെ സാവോൻ ആ റൂമിലേക്ക് വരുന്നു. അവൻ വന്നപാടെ ഒരു റിംഗ് എടുത്ത് ടേബിളിൽ വെക്കുവാണ്. ഒരു ഡ്രാഗൺ റിംഗ് ആണത്. ആരുടേതാണെന്ന് മനസ്സിലായല്ലോ, സാവോന്റെ മുത്തച്ഛന്റേതാണ് ആ റിംഗ്. മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു മുത്തച്ഛൻ എനിക്ക് ഈ റിംഗ് തന്നത്. ആ സമയത്ത് ഈ റിംഗ് എന്റെ കയ്യിൽ വെക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കാരണം ഇത് ഞാൻ മുത്തച്ഛന് തിരിച്ചിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ട ആ വീഡിയോ റെക്കോർഡായ മുത്തച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നതിന്റെ സത്യം എന്ന് സാവോൻ പറയുന്നു. ഈ റിംഗ് വെറും ഒരു റിംഗ് അല്ലാട്ടോ, അതിൽ ക്യാമറ ഉണ്ട്. ക്യാമറ. സാവോന്റെ മുത്തച്ഛൻ മരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ക്യൂജിൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുവാണ്. എന്റെ മരുമകളായത് കാരണം നീ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ എന്ന് മുത്തച്ഛൻ പറയുന്നു. ഓ, നിങ്ങൾ ഇപ്പൊ എന്നോട് മാപ്പ് ചോദിക്കുവാണോ എന്നാണ് ക്യൂജിൻ തിരിച്ചു ചോദിക്കുന്നത്. മുത്തച്ഛൻ, മാപ്പോ? നിന്റെ മകനെ കൊന്നതിനെ കുറിച്ചാണോ നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ കുറ്റം മാത്രമല്ല വേറൊരു കുറ്റം കൂടെയുണ്ട്. എന്റെ മകന് പകരം നിങ്ങളുടെ മകനെ കൊണ്ടുവന്ന കുറ്റം എന്ന് ക്യൂജിൻ പറയുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ, ഈ കിടക്കുന്നത് സത്യത്തില് സാവോന്റെ മുത്തച്ഛനല്ല, സാവോന്റെ അച്ഛനാണ്. സാവോൻ അച്ഛ എന്ന് വിളിക്കുന്ന പെക്കിയോങ് ആണെങ്കിൽ സാവോന്റെ അച്ഛനല്ല, സാവോന്റെ സ്റ്റെപ്പ് ബ്രദർ ആണ്. ക്യൂജിൻ പറഞ്ഞൊരു കാര്യം കേട്ട് ദേഷ്യത്തിൽ പെക്കിയോങ് ഫാമിലി ഫോട്ടോ നോക്കി ഒരു ഗ്ലാസ് ഒക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ കാര്യം കേട്ടുകൊണ്ടായിരുന്നു. ചെയർമാൻ പെക്ക് എവിടുന്നോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കൊച്ചുമകനല്ല, മകൻ തന്നെയാണ് സാവോൻ എന്നുള്ള ഈ ട്വിസ്റ്റ് വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെ ആയിരുന്നു. നിനക്കപ്പോ ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നല്ലേ എന്ന ചെയർമാൻ പെക്കിന്റെ ചോദ്യത്തിന് ക്യൂജിൻ, ആദ്യമൊന്നും എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. എന്റെ മകൻ മരിച്ചതും
നിങ്ങൾ എവിടുന്നോ ഒരു ചെക്കനെ കൊണ്ടുവന്ന് സാവോനായി വളർത്താൻ പറഞ്ഞു. ആ കുട്ടി വളരുന്നതിനനുസരിച്ച് അവൻ നിങ്ങളെപ്പോലെ ആവാൻ തുടങ്ങി. എത്ര സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ആയിരുന്നു നിങ്ങൾ അവനെ നോക്കിയിരുന്നത് എന്ന് ഞാൻ കണ്ടു. പിന്നെ ഞാൻ എങ്ങനെയാ ഈ കാര്യം അറിയാതിരിക്കുക എന്ന് ഉത്തരം കൊടുക്കുന്നു. നിന്റെ മകൻ ഈ ലോകത്ത് വളർന്നാൽ അത് നിനക്കുണ്ടാവുന്ന വിഷമം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ മകനെ നിനക്ക് തന്നത് എന്നാണ് ചെയർമാൻ പെക്ക് പറയുന്നത്. തന്റെ മകനെ കൊന്നതും പോരാ മാപ്പ് പറയാതെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് കണ്ട് ദേഷ്യം വന്ന് ക്യൂജിൻ പില്ലോ എടുത്ത് ചെയർമാൻ പെക്കിന് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ് ചെയ്യുന്നത്. ചെയർമാൻ പെക്കിന്റേത് ഒരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നില്ല, കൊന്നതായിരുന്നു. ഇതെല്ലാം ആ മോതിരത്തിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഡിറ്റക്റ്റീവ് ക്യൂജിന് കാണിച്ചു കൊടുത്തത്. ഈ കാര്യങ്ങളെല്ലാം സാവൻ പറയുന്നത് കേട്ട് ക്യൂജിൻ, നീ സത്യത്തിൽ അങ്ങേരുടെ മകൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. നിന്റെ അച്ഛനെ കൊന്നതിന്റെ കണക്ക് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുവാണല്ലേ എന്ന് പറയുന്നു. സാവോൻ പെക്ക് ഫാമിലിയെ കുറിച്ചുള്ള വൃത്തികെട്ട സത്യങ്ങൾ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കണമെന്ന് കരുതിയായിരുന്നു ഈ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും പ്രതികാരം ചെയ്യണം, എല്ലാവരെയും നശിപ്പിക്കണം എന്ന് കരുതി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ വീഡിയോ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഹീജു എവിടെയോ ഉള്ളേ, അവളെ നിങ്ങൾ എന്താ ചെയ്തേ? പോലീസിന്റെ കയ്യിൽ നിങ്ങളുടെ ഫോണും ഡാഷ് ക്യാമും എല്ലാം ഉണ്ട്. എല്ലാ സത്യങ്ങളും പെട്ടെന്ന് തന്നെ പുറത്തു വരികയും ചെയ്യും. നിങ്ങൾ ഇപ്പൊ സത്യം പറഞ്ഞ പണിഷ്മെന്റ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നു. ക്യൂജിനൊന്ന് ആലോചിച്ചുകൊണ്ട്, ഓക്കെ ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്തു എന്ന് തന്നെ നീ കരുതിക്കോ. നീ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്കെന്താ മനസ്സിലായതെന്നറിയോ? അവളുടെ ബോഡിക്ക് പകരം അവള് ജീവനോടെ ഉണ്ട് എന്നാണ് നീ വിചാരിക്കുന്നത്. അവളെ ജീവനോടെ വെക്കാൻ എനിക്ക് എന്ത് റീസണാ ഉള്ളേ എന്ന് ചോദിക്കുന്നു. ഇനിയാണ് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത്. സത്യത്തിൽ ആ കാർ പുഴയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് ഇടിച്ച് സ്റ്റക്കായി കിടക്കുമായിരുന്നു. കിഡ്നാപ്പറിന്റെയും ഹീജുവിന്റെയും ബോധം പോയിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന മിസ്റ്റർ മിൻ കിഡ്നാപ്പറെ രക്ഷിക്കുന്നു. ഹീജുവിനെ എന്താ ചെയ്യേണ്ടതെന്ന് ക്യൂജിനോട് വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിസ്റ്റർ മിൻ ആയിരുന്നു കേട്ടോ ആ കാറ് തള്ളി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നെ. സാവോൻ, നിങ്ങൾ അവളെ ജീവനോടെ വെക്കും എനിക്ക് വേണ്ടി. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മകൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ ടേൺ എന്റേതാണെന്ന്. ആ വേദന മാത്രമല്ല, ആ വേദനയേക്കാൾ കൂടുതൽ വേദന ഞാൻ അനുഭവിക്കണം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. ചെയർമാൻ പെക്കിന്റെ മകനായി ഞാൻ അവസാനം വരെ യാതന അനുഭവിക്കുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നവൻ ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേട്ട് ക്യൂജിൻ സ്മൈൽ ചെയ്യുവാണ് ചെയ്യുന്നത്. ആക്ച്വലി അവർ ഹീജുവിനെ കൊന്നിട്ടില്ല കേട്ടോ. അവളെ ഒരു ബേസ്മെന്റിൽ അടച്ചിട്ടിരിക്കുവാണ് ചെയ്തിരിക്കുന്നത്. അവളാണെങ്കിൽ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല. ഇത് കണ്ട് ക്യൂജിൻ അവളോട്, പട്ടിണി കിടന്ന് മരിക്കാനാണോ നിന്റെ ഉദ്ദേശം? നിന്നെ അവിടുന്ന് തന്നെ എനിക്ക് കൊല്ലായിരുന്നു. പകരം ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നിന്റെ ജീവൻ രക്ഷിച്ചു. എന്നിട്ട് നീ എന്തിനാ മരിക്കാൻ ശ്രമിക്കുന്നേ എന്ന് ചോദിക്കുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഹീജു റിപ്ലൈ കൊടുക്കുന്നു. ക്യൂജിൻ, അതെന്താണാവോ എനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അവനിപ്പോ അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും എനിക്ക് വേണ്ടി തിരയുന്നുണ്ടാവും. 1 വർഷം 2 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു പക്ഷെ തിരച്ചിൽ നിർത്തുമായിരിക്കും. ഞാൻ മരിച്ചു എന്ന കാര്യം അവൻ ആക്സെപ്റ്റ് ചെയ്യും. വീണ്ടും ഒരുപാട് വർഷം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ഞാൻ മരിച്ചിട്ടില്ല എന്ന് സത്യം അവൻ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മരിച്ചുപോയി എന്ന് കരുതി അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആള് ജീവനോടെ ഉണ്ടായിരുന്നു എന്നറിയുന്ന ആ നിമിഷം അവൻ തകർന്നു പോകും. ഒരുമിച്ച് ജീവിക്കേണ്ടിയിരുന്ന ആ സമയങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവൻ ഒരുപാട് വേദനിക്കും എന്ന് അവള് പറയുന്നു. ആക്ച്വലി അവള് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സാവോനും ക്യൂജിനോട് പറയുന്നത്. ആ വേദനയെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മരണം വരെ ജീവിക്കും. അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും വിഷമം ഞാൻ അനുഭവിക്കണം എന്നതാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് സാവോൻ ഇമോഷണൽ ആയിക്കൊണ്ട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഇപ്പോഴും ക്യൂജിൻ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം സാവോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അവൻ ഹീജുവിനെ കണ്ടുപിടിക്കരുത് എന്നതായിരുന്നു ക്യൂജിന്റെ ആവശ്യം. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ബിക്കോസ് ഹീജു എവിടെയാണുള്ളതെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇതേ സമയം മിസ്റ്റർ മിൻ ഫ്യൂണറൽ ഹോമിലാണ് കേട്ടോ. ക്യൂജിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത ന്യൂസ് കണ്ട് ക്യൂജിൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മിസ്റ്റർ മിൻ. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ വേണം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നായിരുന്നു ക്യൂജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആലോചിച്ചുകൊണ്ട് ചെയർമാൻ പെക്കിന്റെ ഫോട്ടോ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന ഒരു മോതിരം ഇല്ലേ, ഒരു ഡ്രാഗൺ മോതിരം, അതിൽ തൊടുവാണ്. അത് പ്രസ് ചെയ്യുന്നതും ഒരു ലോക്ക് പോപ്പപ്പ് ആയി വരുവാണ്. ഈ മോതിരം നിസ്സാര മോതിരമൊന്നും അല്ല കേട്ടോ. എന്തെല്ലാം ടെക്നിക്കാ, ലോക്ക്, ക്യാമറ, ഭയങ്കര സംഭവം തന്നെ. ആ ലോക്ക് തുറന്നു വരുന്ന മിസ്റ്റർ മിൻ എത്തുന്നത് ഒരു ബേസ്മെന്റിലേക്കാണ്. ആ ബേസ്മെന്റിലായിട്ട് 2 റൂമുണ്ട്. ഒരു റൂമിന്റെ ഡോർ അൺലോക്ക് ചെയ്ത് മിസ്റ്റർ മിൻ അകത്തേക്ക് കയറുന്നു. ആ റൂമിലാണ് ഹീജു ഉള്ളത്. ബാക്കി കാര്യങ്ങൾ നീ നോക്കണം എന്ന് ക്യൂജിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ മകനെ രക്ഷിക്കണം, ഹീജുവിനെ കൊല്ലണം എന്നായിരുന്നു ആ ബാക്കി കാര്യങ്ങൾ. അത് ആലോചിച്ചുകൊണ്ടാണ് മിസ്റ്റർ മിൻ ഹീജുവിന്റെ അടുത്തേക്ക് വരുന്നത്. അവളാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ മയങ്ങി കിടക്കുവാണ്. ഇതേ സമയം സാവോനും പോലീസും ഫ്യൂണറൽ ഹോമിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. നീ കുറച്ച് സമയം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക് എന്ന ടെൻഷൻ ആയിക്കൊണ്ട് ഹീജുവിനോട് എന്ന പോലെ പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യുവാണ് സാവോൻ. ഇവിടെ മിസ്റ്റർ മീനിന്റെ കൈയാണെങ്കിൽ ഹീജുവിനെ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഹീജുവിനെ വിളിക്കുന്നതും അവളെ ഞെട്ടി എഴുന്നേക്കുന്നു. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് വിളിച്ചെഴുന്നേപ്പിച്ചതൊന്നും ആയിരുന്നില്ല കേട്ടോ. അവളോട് അവിടുന്ന് ഓടി
രക്ഷപ്പെടാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ മീൻ അവളെ വിളിച്ചത്. അത് കേട്ട് വിശ്വാസം വരാതെ ഹീജു മിസ്റ്റർ മീനിനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നതും അവൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. നിനക്ക് വേണ്ടി മരിക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. മരിക്കുന്നത് എനിക്ക് പേടിയില്ല, എന്നാൽ നിന്നെ ഇനി കാണാൻ ഒരിക്കലും എനിക്ക് പറ്റിയില്ലെങ്കിലോ എന്ന ചിന്ത എന്നെ ഒരുപാട് പേടിപ്പെടുത്തുന്നുണ്ട് എന്നെല്ലാം സാവോനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഹീജു അവിടുന്ന് പോകുന്നത്. ഇവിടെ മിസ്റ്റർ മീൻ രണ്ടാമത്തെ റൂമിന്റെ ഡോറിന്റെ മുന്നിൽ നിൽക്കുവാണ്. അതിന്റെ ഉള്ളിലാണ് കിഡ്നാപ്പർ ഉള്ളത്. ചെറുപ്പത്തിൽ ഡോർ തുറക്കാൻ പറഞ്ഞ ബഹളം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. കിഡ്നാപ്പർ മിസ്റ്റർ മീനിനോട് നമുക്ക് ഗെയിം കളിച്ചാലോ, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, എന്റർടൈനിങ് ആയിരിക്കും, നമുക്ക് കളിച്ചാലോ എന്ന് കുഞ്ഞതിലെ സംഗുവിനോടൊക്കെ ചോദിച്ചിരുന്നത് പോലെ തന്നെ ചോദിക്കുന്നു. എന്നാൽ ഇത് അലറിക്കൊണ്ടാണെന്ന് മാത്രം. ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കിഡ്നാപ്പർ ഒരു സൈക്കോയെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സോറി, അതൊരു സൈക്കോ തന്നെയാണല്ലോ അല്ലെ. എനിവേ ഇത്രയൊക്കെ ചെയ്തിട്ടും മിസ്റ്റർ മീൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല, പകരം അത് ലോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഡോർ ഞാൻ നല്ല ഭദ്രമായിട്ട് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനത്തിൽ മിസ്റ്റർ മീൻ നിൽക്കുന്ന സമയത്താണ് ആ സമാധാനം കളയാൻ വേണ്ടി ഒരു തോക്കും പിടിച്ച് പെക്കിയോ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് നീയും ക്യുജിനും പരസ്പരം നോക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ വിയേർഡായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്തത്. അവൻ ഇവിടെയായിരിക്കും നീ ഒളിപ്പിച്ചു വെക്കുകയെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവൻ ഈ ലോകത്തേക്ക് വന്നത് ഞാൻ കാരണമാണ്. ആ തെറ്റിനുള്ള പ്രതിവിധി ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതും. അതുകൊണ്ട് നീ ഡോറ് തുറക്കുക എന്നാണ് പെക്കിയോങ് പറയുന്നത്. കുറച്ച് സമയം കഴിയുന്നതും ഇവിടെ നടന്നു തളർന്ന ഹീജു ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുവാണ്. ഈ സൗണ്ട് സാവോനും കേട്ടതുകൊണ്ടായിരിക്കാം അവൻ മാക്സിമം സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുന്നിലേക്ക് പോലും മര്യാദയ്ക്ക് നടക്കാൻ ആരോഗ്യമില്ലാത്ത ഹീജു ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് പുറകിലേക്ക് കാലെടുത്ത് വെക്കുവാണ്. പിന്നെ പറയണോ, അവിടുന്ന് ബാലൻസ് തെറ്റി ഉരുണ്ട് പറഞ്ഞ് താഴേക്ക് വീണ അവളുടെ ബോധം പോകുന്നു. ആ ഷൂട്ട് ചെയ്ത സൗണ്ട് കേൾക്കുന്ന സമയത്ത് പെക്കിയോങ് കിഡ്നാപ്പറെ ഷൂട്ട് ചെയ്തതാണ് എന്നൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെയുള്ള ലാമ്പിലേക്കായിരുന്നു പെക്കിയോങ് ഷൂട്ട് ചെയ്തത്. കിഡ്നാപ്പറും പെക്കിയോങ്ങും തമ്മിൽ ആ ഗണ്ണിന് വേണ്ടി പിടിവല ഓടുന്ന സമയത്താണ് അങ്ങനെ സംഭവിച്ചതും. മിസ്റ്റർ മീൻ ഇവിടെ തലക്കടിയേറ്റ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാലായില്ല അച്ഛാ കണ്ടിട്ട്, ഈ തോക്കും കൊണ്ടൊക്കെ എന്തിനാ വന്നിരിക്കുന്നത്, എന്നെ ഷൂട്ട് ചെയ്യാൻ പോവാണോ എന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നു. അവൻ നിന്നെ പോലെ തന്നെയാണ് എന്ന് കിഡ്നാപ്പറെ കുറിച്ച് ഒരു ദിവസം ക്യുജിൻ പറഞ്ഞതും അച്ഛാ എന്നുള്ള കിഡ്നാപ്പറുടെ വിളിയൂടെ ആവുന്നതും പെക്കിയോങ് ഒന്ന് സോഫ്റ്റ് ആയി പോകുവാണ്. ആ ചാൻസ് കൊണ്ട് കിഡ്നാപ്പർ തോക്ക് കൈക്കലാക്കുവാണ് ചെയ്യുന്നത്. സൈക്കോ ആയ ഒരുത്തന് അച്ഛൻ എന്നുള്ള ഫീലിംഗ്സ് ഒന്നും ഇല്ലല്ലോ. ഗുഡ് ബൈയും പറഞ്ഞ് അച്ഛനെ, അതായത് പെക്കിയോങ്ങിനെ ഷൂട്ട് ചെയ്യുന്നു. നേരത്തെ ബോധം പോയി ഹീജു ഇപ്പൊ കണ്ണു തുറക്കുവാണ്. ഇത് എവിടെയാ സ്ഥലം നോക്കി നോക്കുന്ന സമയത്താണ് ഒരു ചൂളം വിളിക്കുന്ന സൗണ്ട് അവള് കേൾക്കുന്നത്. കിഡ്നാപ്പർ ആയിരിക്കാമെന്ന് സംശയം തോന്നുന്നത് കാരണം അവൾ ഒളിഞ്ഞിരുന്ന് നോക്കുവാണ് ചെയ്യുന്നത്. അത് കിഡ്നാപ്പർ തന്നെയാണ്. ഒരു ഗണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് ചേച്ചി എവിടെ പോയി, നമുക്ക് ഗെയിം കളിക്കാം എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ ചുറ്റും നോക്കുന്നു. ഈ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് ഹീജു കാണുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായത് കാരണം അവൾ അങ്ങോട്ടേക്ക് ഓടുന്നു. ഹീജു ഓടുന്നത് കാണുന്ന കിഡ്നാപ്പർ ഹാപ്പി ആകുവാണ്, കാരണം ഇരയെ കിട്ടിയല്ലോ. അവൾ ഓടി കാറിന്റെ മുന്നിലേക്ക് നിൽക്കുവാണ് ചെയ്യുന്നത്. കാറ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് ആരാണെന്ന് ഹീജു ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കുറച്ചുകൂടെ അടുത്തേക്ക് വരുമ്പോഴാണ് അത് സാവോനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. സാവോൻ അവളെ കാണുന്നതും അവളെ ഹഗ് ചെയ്യുന്നു. ഹീജു ആണെങ്കിൽ അവനെ കണ്ടത് വിശ്വാസം വരാതെ നിൽക്കുവാണ്. ആ ഷോക്ക് മാറുന്നതും ഹീജു അവനെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നു. സാവോൻ അവളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കരയുന്നു. ഈ സമയത്ത് പോലീസും അങ്ങോട്ടേക്ക് വരുന്നു. ഇതെല്ലാം കിഡ്നാപ്പർ കാണുന്നുണ്ട് കേട്ടോ. സാവോൻ, നീ ഓക്കെ ആണോ, മുറിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വെറിയായിക്കൊണ്ട് ഹീജുവിനോട് ചോദിക്കുന്നു. അവൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അവളെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് അവളുടെ കാലിൽ ചെരുപ്പൊന്നും ഇല്ല എന്ന കാര്യം സാവോൻ നോട്ട് ചെയ്യുന്നത്. സോ അവളെ എടുത്തോണ്ട് പോയി സാവോൻ കാറിൽ ഇരുത്തുവാണ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് സാവോൻ ഹീജുവിനോട് പറയുന്നു. ഹീജു, ഈ പ്രശ്നമൊന്നും കഴിഞ്ഞിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്, അവന്റെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ട് എന്ന് പറയുന്നത് കേട്ട് സാവോൻ, ഈ വള്ളി ഇപ്പോഴും കഴിഞ്ഞില്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ നോക്ക്, ഞങ്ങൾ ഈ ഏരിയ ഫുള്ള് സെർച്ച് ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്തോളാം എന്ന് പോലീസ് സാവോനോട് പറയുന്നത്. അവനെ ഡിറ്റക്റ്റീവിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഹീജുവിനെ തന്നെ ജാക്കറ്റ് പുതപ്പിച്ചു കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് തന്നെ ടീം മെമ്പേഴ്സിന്, ഞാൻ സ്പോക്സ് പേഴ്സണെ ഫോളോ ചെയ്ത് പോകുവാണ്, നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് ഈ ഏരിയ മുഴുവൻ സെർച്ച് ചെയ്യണം, പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, പ്രതിയുടെ കയ്യിൽ ആയുധമുണ്ട്, അതുകൊണ്ട് ബാക്കപ്പിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഈ സമയത്ത് സാവോന്റെ കാറ് മൂവ് ചെയ്യുന്നത് കിഡ്നാപ്പർ കാണുന്നു. സാവോൻ ഹീജുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മയങ്ങിപ്പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യുവാണ്. ഇതിങ്ങനെയൊന്നും നിർത്തി പോവാൻ കിഡ്നാപ്പർ ഉദ്ദേശിച്ചിട്ടില്ല. പോലീസ് സാവോന്റെ വണ്ടിയെ ഫോളോ ചെയ്ത് വരുന്നതിന്റെ മുന്നേ തന്നെ കിഡ്നാപ്പർ സാവോന്റെ വണ്ടിയുടെ മുന്നിലേക്ക് എത്തുവാണ്. ഗണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കിഡ്നാപ്പറെ കണ്ട് രണ്ടുപേർക്കും പേടിയാവുന്നു. നീ എവിടേക്കാ പോകുന്നത്, നമുക്ക് കളിക്കാം എന്ന് കിഡ്നാപ്പർ പറയുന്നത് കേട്ട് സാവോൻ ഹീജുവിന്റെ കൈ മുറുകെ പിടിക്കുന്നു. സാവോനോട് കാറിൽ നിന്ന് ഇറങ്ങാനാണ് കിഡ്നാപ്പർ പറയുന്നത്. സാവോനൊന്ന് ആലോചിച്ചുകൊണ്ട് ഹീജുവിനോട്, നീ ഇവിടെ തന്നെ ഇരിക്കെ, എന്ത് സംഭവിച്ചാലും കാറിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറയുന്നു. ഹീജു സ്വാഭാവികമായും അവനോട് പോകണ്ടെന്ന് പറയുന്നു. കിഡ്നാപ്പർ ആണെങ്കിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ അലറുവാണ്. പോകേണ്ടെന്ന് പറയുന്ന ഹീജുവിനോട് സാവോൻ, ഇതെനിക്ക് ഇവിടെ അവസാനിപ്പിക്കണം, അതുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന സാവോൻ കിഡ്നാപ്പറോട്, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, അവൾ ഇതിലേക്ക് വലിച്ചഴക്കരുത് എന്നാണ് ആദ്യമേ പറയുന്നത്. ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സൈറന്റെ സൗണ്ട് കേട്ട് കിഡ്നാപ്പർ, നീ ജയിച്ചെന്നാണോ വിചാരിക്കുന്നേ,
നീ ശരിക്കും ജയിച്ചു എന്ന് തന്നെയാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സാവോൻ, നിന്നെ ഒരിക്കലും തോൽപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്റെ ഒരു സാധനവും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഹീജുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കിഡ്നാപ്പർ സാവോനോട്, അത് ശരിയാണ്, ഹീജുവിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് മാത്രമേ നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമാണ് നിനക്ക് വേണ്ടത്. പക്ഷേ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞൊരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നീ സഫർ ചെയ്യുന്നത് എനിക്ക് കാണണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ നന്നായി ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് ഒരു കാര്യവും ആലോചിച്ച് കുറ്റബോധം തോന്നില്ലേ എന്ന് ചോദിക്കുന്നു. സാവനാണെങ്കിൽ ഇവൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുവാണ്. കിഡ്നാപ്പർ, കുറ്റങ്ങൾ മാത്രം ചെയ്ത ചെയർമാൻ പെക്കിന്റെ മകനല്ലേ നീ എന്നാണ് ചോദിക്കുന്നത്. ഇവർ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് വരുന്ന ഡിറ്റക്റ്റീവും കാണുന്നുണ്ട്. പ്രശ്നം വഷളാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രതി മുന്നിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ബാക്കപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനും ഡിറ്റക്റ്റീവ് മറക്കുന്നില്ല. ഇവിടെ കിഡ്നാപ്പർ ആണെങ്കിൽ ഗണ്ണ് താഴ്ത്തി വെച്ചുകൊണ്ട് സാവുന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് ഹീജു സീറ്റ് ബെൽറ്റ് അടിച്ച് കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. ഉപദ്രവിക്കാനാണ് എന്നാണ് അവൾ ആദ്യം കരുതുന്നത്. എന്നാൽ കിഡ്നാപ്പർ സാവുന്റെ ചെവിയിൽ കാര്യമായിട്ട് എന്തോ പറയുവാണ്. എന്താ പറയുന്നതെന്ന് അറിയില്ല. എന്നാൽ അത് കേട്ട് കഴിയുന്നതും സാവുൻ ഒരുപാട് വിഷമത്തോടെ ഹീജുവിനെ നോക്കുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നത് കണ്ട് എന്താണ് കാര്യം എന്നറിയാതെ നിൽക്കുവാണ് ഹീജു. അവൻ കരയുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുവാണ് കിഡ്നാപ്പർ. ഈ സമയം കൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു. കിഡ്നാപ്പറെ വളയുന്നു. ആകെ തകർന്നു പോയ സാവുനെ കണ്ട് കിഡ്നാപ്പർ, നിന്റെ ഈ മുഖമായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് സാവുന്റെ നേരെ ഗൺ ചൂണ്ടുന്നു. സാവുൻ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോവാതെ കിഡ്നാപ്പറെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. കിഡ്നാപ്പർ ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഹീജു ഞെട്ടുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സാവുന്റെ ഇമാജിനേഷനിൽ സാവുൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ കല്യാണത്തോട് നിനക്ക് വെറുപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് പരസ്പരം പതിയെ മനസ്സിലാക്കി ജീവിച്ചാലോന്ന്. ആ കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. ഹീജു സ്മൈൽ ചെയ്തുകൊണ്ട് തലയാട്ടുന്നു. സാവോനും അത് ആശ്വാസമാവുന്നു. എനിക്കത് ഇഷ്ടമാണ് എന്ന് ഹീജു പറയുന്നത് കേട്ട് സാവോൻ ഷോക്ക് ആവുന്നു. കാരണം ആ സമയത്ത് ഹീജു സംസാരിക്കും എന്ന കാര്യം സാവോൻ അറിയില്ലല്ലോ. ഹീജു അവനോട് ഒരുപാട് കാലമായിട്ട് എനിക്ക് നിന്നെയും ഇഷ്ടമാണ് എന്ന് പറയുന്നു. എപ്പോ തൊട്ട് എന്ന് സാവോൻ ചോദിക്കുന്നതിന് നമ്മൾ കുട്ടികളായിരുന്നപ്പോ തൊട്ട്. അന്ന് പട്ടി അടിക്കാൻ വന്നത് കാരണം എനിക്ക് മുറിവ് പറ്റിയതുകൊണ്ട് നീ എന്നെ എടുത്തു നടന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ തൊട്ട് എന്ന് ഹീജു പറയുന്നു. കൺഫ്യൂസ് ആവണ്ട, ഇത് ഹീജുവിന്റെ ഇമാജിനേഷൻ ആണ് കേട്ടോ. ഹീജു, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഞാൻ നേരത്തെ പറയണമായിരുന്നു. ഇതൊന്നും ഞാൻ ഒളിച്ചു വെക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ ഹീജു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുവാണ്. സാവോനും പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവളെ ബാക്ക് ഹഗ് ചെയ്ത് അവൾക്ക് ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. കിസ് ചെയ്ത് സമയം പോയത് അറിയാത്തത് കാരണം ഒരു കരിഞ്ഞ സ്മെല്ല് കിട്ടുമ്പോഴാണ് ഓവനിൽ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പോലും അവർക്ക് ഓർമ്മ വരുന്നത്. ഇവരെ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങിയതൊന്നും അല്ലാട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീജു സാവോനോട് അന്ന് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാവുമായിരുന്നു എന്ന ഹീജുവിന്റെ ഇമാജിനേഷൻ ആണ് ഇത്. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാവൻ ഇപ്പോ ഹീജുവിന്റെ കൂടെ ഇല്ല. അവൻ പോയതിനു ശേഷമാണ് അന്ന് അവനോട് ഇഷ്ടമാണെന്ന് പറയാതിരുന്നതിനെ കുറിച്ച് ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ആ വീട്ടിൽ തനിച്ചിരുന്നുകൊണ്ട് ഹീജു ചിന്തിക്കുവാണ്. ഇപ്പോ സാവന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു നമ്പറേ നിലവിലില്ല എന്നാണ് പറയുന്നത്. അന്ന് സാവൻ കിഡ്നാപ്പർ എന്തോ പറഞ്ഞത് കേട്ട് ഹീജുവിനെ സങ്കടപ്പെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇത്രയും വിഷമത്തോടെ നോക്കാൻ വേണ്ടി അവൻ എന്തായിരിക്കും കേട്ടത് എന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ അവൾക്കൊരു കോള് വരുന്നു. 604 വെച്ചാണ് ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്കാണ് ആ കോള് വരുന്നതും. പെട്ടെന്ന് തന്നെ ഹീജു കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒന്നും സംസാരിക്കുന്നില്ല. ഇത് നീയാണോ എന്ന് ഹീജു കൺഫ്യൂഷൻ ആയിക്കൊണ്ട് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെയാണ് കേട്ടോ 11ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.